Next, types of classification. On the basis of data. ഡാറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്, അതായത് ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റയുടെ ബേസിൽ. സോ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ഇതിൽ ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഡാറ്റ മേ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റയുടെ നേച്ചർ അനുസരിച്ചാണ്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അതിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക. സോ ക്ലാസിഫിക്കേഷൻ ഓൺ ജിയോഗ്രഫിക്കൽ ബേസിസ്. ജിയോഗ്രഫിക്കൽ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം അല്ലേ, നോർത്ത് സൗത്ത് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പ്ലേസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദ ഡാറ്റ ദാറ്റ് ആർ കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഇപ്പോൾ നോർത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, സൗത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് സെൻട്രലിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് എന്ത് ചെയ്യുന്നു, ജിയോഗ്രഫിക്കൽ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. So another one is that classification on periodical basis or chronological basis. നമുക്കറിയാം chronological basis എന്ന് പറഞ്ഞാൽ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഓർ പീരീഡ്. ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പീരീഡിൻ്റെ ബേസിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മളൊരു ഇൻകം ക്ലാസിഫൈ ചെയ്യുന്നത്, ഇപ്പോൾ ഇൻകത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നോർത്ത് സൗത്ത് സെൻട്രൽ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏരിയ ബേസിൽ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻകം ഇൻ പ്രീവിയസ് ഇയർ വേരിയസ് പീരീഡ്. ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ നമ്മളൊരു എന്ത് ചെയ്യാണ്, ഒരു സ്കെയിലിട്ടിട്ട് ഒരു വർഷത്തിൻ്റെ ഇപ്പം 2000 to 2005, 5 to 10, 10 to 15, 15 to 2020, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മാറ്റുന്നു. സോ ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ഓർ ടൈം ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദി എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓൺ ജിയോഗ്രഫിക്കൽ ബേസിസ്. ആൻഡ് അനദർ വൺ ഈസ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ക്രോണോളജിക്കൽ ബേസിസ്. Then the another type is that classification according to internal characteristics. ക്ലാസിഫിക്കേഷന് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ്. സോ ഡാറ്റ മേ ബി ക്ലാസിഫൈഡ് എയ്തർ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ഓർ അക്കോർഡിംഗ് ടു വേരിയബിൾസ്. അപ്പോൾ വേരിയബിൾസിൻ്റെ ബേസിലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിൻ്റെ ബേസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാറ്റയെ സം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വേരിയബിളിൻ്റെ അകത്തുള്ളതാണ് എന്ത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഈ ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദി മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ വൺ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഓൺലി, ഒരൊറ്റ ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഈസ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അണ്ടർ ദിസ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ, ഈ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ്റെ ഒരൊറ്റ ആട്രിബ്യൂട്ടാണെന്ന് പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ സെക്സ് എന്ന് പറയുന്നതിൽ മെയിലുണ്ട് ഫീമെയിലുണ്ട് അല്ലേ. ഇവിടെ സെക്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ബേസിൽ മാത്രം നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം. മെയിൽ ഇത്ര ആളുകളുണ്ട്, 100 ആളെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിൽ 60 പേര് മെയിലാണ്, 40 പേര് എന്താണ്, ഫീമെയിലാണ് എന്ന് നമ്മളൊരു ടേബിൾ കാണിക്കുന്നു. ദാറ്റ് ഈസ് ദി ഓൺ ദി ബേസിസ് ഓഫ് ദി സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും. ഇനി ക്ലാസിഫിക്കേഷൻ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് based on more than one or several attributes or characteristics, it is called manifold or multiple classification. അതായത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ അത് സെവറൽ ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്യാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷന്, ഇൻകം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇൻകം, അതുപോലെ തന്നെ ഏജ്, അതുപോലെ തന്നെ സെക്സ്, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും
എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ടേബിളായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ ഏജ് നമ്മളൊരു സ്കെയിൽ കൊടുത്തു, അതിൻ്റെ ബേസിൽ നമ്മൾ ടേബിൾ എഴുതു. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഒരു ടേബിൾ കൊടുത്തു. ഇങ്ങനെ മെയിലിൻ്റെ ഫീമെയിൽ ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Then another one is that classification according to variable. വേരിയബിളിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ദ ഡാറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, പ്രൊഡക്ഷൻ, ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ അവെയർനെസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യാണ് ക്ലാസിഫൈ ചെയ്യുന്നു. ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാർക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഗ്രേഡ്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് മെഷർ ചെയ്യുന്നത് എന്താണ്, അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇഫ് ദ വേരിയബിൾ ക്യാൻ ടേക്ക് ഓൺലി എക്സാക്റ്റ് വാല്യൂസ്. നമ്മൾ വേരിയബിൾ എത്രയാണോ അതിൻ്റെ വാല്യൂ, കറക്റ്റ് വാല്യൂ, അത് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. In other words, the measurement is expressed in the form of a single data number. സിംഗിൾ ഡാറ്റ നമ്പറിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഈ താഴത്ത് കാണുന്ന ടേബിളിൽ എക്സാമ്പിൾ സഹിതം തന്നിട്ടുണ്ട് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടോ, അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആളുകൾ 0, അത് 3 ഫാമിലി ഉണ്ട്. 1 ഉള്ളത് 5, 2 ഉള്ളത് 2 കുട്ടികളുള്ളത് 12 ഫാമിലികൾ, 3 കുട്ടികളുള്ളത് 20 ഫാമിലികൾ. അപ്പോൾ ഇവിടെ എന്താണ് എക്സാക്റ്റ് ഫിഗറാണ് 3, 5, 12, 20 എന്ന് പറഞ്ഞിട്ടല്ലേ. അങ്ങനെ നമ്മൾ ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ വിത്തിൻ എ സ്പെസിഫൈഡ് റേഞ്ച്. ഒരു സ്പെസിഫൈഡ് റേഞ്ച് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് ടേബിൾ കാണിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ ഒരു വ്യക്തിയുടെ ഹൈറ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലീൻ്റെ ഡീറ്റെയിൽസ് എത്ര കുട്ടികളുള്ള ഫാമിലിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടിന്യൂസ് ഫ്രീക്വൻസിയിൽ ഈ എക്സാമ്പിൾ സഹിതം കൊടുത്തത് 0 to 10 2 ഫാമിലി, 10 to 20 8 ഫാമിലി, 20 to 30 12, 30 to 40 15 ഇങ്ങനെ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂസ് വേരിയബിളാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷനാണ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ ദ ജിയോഗ്രഫിക്കൽ ബേസ്, ക്രോണോളജിക്കൽ ബേസ്, ദെൻ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട് ഉണ്ട്, അക്കോർഡിംഗ് ടു വേരിയബിൾ ഉണ്ട്. അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ, മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ, ദെൻ അക്കോർഡിംഗ് ടു വേരിയബിൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് ദി കണ്ടിന്യൂസ് വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്.